നമുക്കൊന്നൊരു കോവയ്ക്ക ഫ്രൈ ചെയ്ത് നോക്കിയാലോ. നമുക്ക് വറക്കാനുള്ളതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് ഉഴുന്നിട്ട് കൊടുക്കാം, ഒരു സ്പൂണ് പരിപ്പ്, മല്ലി, അര സ്പൂണ് കുരുമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ എടുത്തിട്ടുണ്ട്, അതുകൂടെ നമുക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങയുടെ വെള്ളമെല്ലാം നമ്മൾ പരിച്ചെടുത്തിട്ടുണ്ട്. ഒരു സ്പൂണ് മുളക് പൊടി കൂടി ഇടണം. ഇട്ട് എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഒരു സ്പൂണ് മുളക് പൊടി കൂടി ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. കോവയ്ക്ക ഫ്രൈക്ക് വേണ്ടി നമുക്ക് കരവെളിച്ചെണ്ണ ഇലക്കടി ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കും. സവോള അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം. ഇലക്കരിയാമ്പല ഇട്ടു അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊടി, മഞ്ഞപ്പൊടി ഇട്ടു, പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. കോവയ്ക്ക ഫ്രൈ റെഡിയായി കഴിഞ്ഞു.